ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വാക്യം. പ്രമാണങ്ങൾ നിനക്ക് അറിയാമല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാരിക്കുമോ. യഹൂദ സമൂഹത്തിലെ ധനികനായ ഈ ഒരു യുവാവ് നിത്യജീവൻ എങ്ങനെ അവകാശമാക്കാമെന്ന് യേശുവിനോട് ചോദിക്കുന്ന ഈ ഒരു സന്ദർഭമാണ്. അവൻ്റെ ചോദ്യം വളരെ ആത്മാർത്ഥത നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ക്രിസ്തു അവനൊരു മറുപടി കൊടുക്കുന്നത്. സീനായ് പർവ്വതത്തിൽ വെച്ച് ക്രിസ്തുവും ഒരു ആളത്വമായിരിക്കുന്ന വിശുദ്ധ തൃത്വ സത്യ ഏക ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് ഈജിപ്തിൽ നിന്നും അവർ പുറപ്പെട്ടു വരുന്ന സമയത്ത് കൊടുത്ത 10 നിയമങ്ങൾ, 10 കൽപ്പനകൾ. നമുക്കറിയാം, ആ 10 കൽപ്പനകൾ പഴയ നിയമത്തിൽ ഏകദേശം 613 കൽപ്പനകൾ ഉള്ളതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ്. ദൈവം ഇസ്രായേൽ ജനതയുമായി ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥയ്ക്കായി മോശയിലൂടെ അവർക്ക് നൽകിയ കൽപ്പനകൾ. ഇതിലെ ആദ്യത്തെ 4 കൽപ്പനകൾ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് എങ്കിൽ അവസാനത്തെ 6 കൽപ്പനകൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ളതാണ് എന്നും നമുക്കറിയാം. പെട്ടെന്ന് നമുക്ക് ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൽപ്പനകൾ ഏതൊക്കെയാണെന്നൊന്ന് ഓർക്കാം. 1, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. അവയെ നമസ്കരിക്കുകയും സേവിക്കുകയും അരുത്. നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം വെറുതെ എടുക്കരുത്. ശാബത്ത് നാളിനെ ശുദ്ധീകരിക്കുക. 6 ദിവസം അധ്വാനിച്ച് നിൻ്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിൻ്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു, അന്ന് ഒരു വേലയും ചെയ്യരുത്. ഇങ്ങനെ 4 കൽപ്പനകളാണ് ദൈവം മനുഷ്യനോട് ദൈവത്തിനായി പാലിക്കുവാൻ ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഇതെല്ലാം ഈ ചെറുപ്പക്കാരൻ മുടങ്ങാതെ പാലിക്കുന്ന കൽപ്പനകളാണ് എന്ന് അറിയുന്നത് കൊണ്ടായിരിക്കാം ക്രിസ്തു ജീവനിൽ പ്രവേശിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയൽക്കാരനോടുള്ള സ്നേഹത്തെ സംബന്ധിച്ച കൽപ്പനകൾ ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നത്. ഏതൊക്കെയാണവ? കൊല ചെയ്യരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത്. ഇതിൽ ഒരു പ്രമാണം, അവസാനത്തെ പ്രമാണം ക്രിസ്തു പറയുന്നില്ല. മോഹിക്കരുത് എന്ന ആ കൽപ്പന ഒരുപക്ഷെ ഈ മനുഷ്യൻ ധനികനായതിനാലും അതേ പട്ടണത്തിൽ താമസിക്കുന്ന മറ്റുള്ളവരുടെ ഒന്നും മോഹിക്കാത്തവനായതിനാലും ആയിരിക്കണം ഈ ഒരു കൽപ്പന ക്രിസ്തു ഒഴിവാക്കിയത്. പക്ഷേ നമ്മുടെ കാര്യം വരുമ്പോൾ ഈ ഒരു കൽപ്പനയും കൂടെ നമുക്ക് ബാധകമാണ്. നമുക്കറിയാം, ഈ കൽപ്പനകളെല്ലാം ക്രോഡീകരിച്ചിട്ടാണ് ക്രിസ്തു ഒരിക്കൽ പറയുന്നത്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന്. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവൻ നമ്മൾക്ക് തന്ന എല്ലാവരെയും, അവൻ സൃഷ്ടിച്ച ജന്തുജാലങ്ങളെയും ഒക്കെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഉപാധികൾ വയ്ക്കാത്ത സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ ഒരിക്കൽ പറയുന്നത്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു എന്ന്. വീണ്ടും യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുമോ എന്നും ചോദിക്കുന്നുണ്ട്. ദൈവമേ, നമുക്കും ആഗ്രഹിക്കാം. ദൈവമേ, നമുക്കും പ്രാർത്ഥിക്കാം. ക്രിസ്തു ആവശ്യപ്പെട്ട പോലെ നമ്മുടെ സ്വന്തം രക്തത്തിലുള്ള സഹോദരി സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും നമ്മുടെ സ്നേഹിതരെയും നമ്മുടെ അയൽക്കാരനെയും നമുക്കറിയുന്ന എല്ലാവരെയും നമ്മെപ്പോലെ തന്നെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു.
നല്ലൊരു പ്രഭാതം നേരുന്നു.